നമ്മളിന്ന് ആപ്പിൾ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആപ്പിള് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് ബട്ടറിലും ഷുഗറിലും കൂടെ നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുത്ത് പകുതി ഗ്രൈൻഡ് ചെയ്ത് അതിനകത്ത് ഒഴിച്ച് പിന്നെ ബാക്കി പകുതി ഫില്ലിംഗ് ആയിട്ടും യൂസ് ചെയ്തിട്ടാണ്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ദേ ആപ്പിൾ ഇങ്ങനെ റൗണ്ടായിട്ട് ഭംഗിയായിട്ട് ഇങ്ങനെ വരണം കേട്ടോ. നമുക്ക് അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യാനുള്ള ആപ്പിള്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതേ ബട്ടർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ആപ്പിൾ സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് കട്ടാവാണ്ട് എടുക്കണം. ഷുഗർ ഒരു 1 ടീസ്പൂൺ ഷുഗറൊക്കെ മതി കേട്ടോ. കുറച്ച് ഷുഗർ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഒന്ന് ഇത് ചൂടാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാവേ. അല്ലെങ്കിൽ ഷുഗർ നമ്മൾ ആദ്യം ഇട്ടിട്ട് ഇതിട്ട് കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ പെട്ടെന്ന് തിരിച്ചിട്ടുണ്ടാകും. കുറച്ച് നേരം കഴിഞ്ഞ് മതി. കണ്ടോ, ഇത് ചിലപ്പോൾ ഇങ്ങനെ ആയിപ്പോവും. ഇതിനകത്തേക്ക് ഞാൻ എടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ കുറച്ചിങ്ങനെ കാരമലൈസ് ആയിട്ടിരിക്കണം. ഒരുപാട് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഒരു 5 മിനിറ്റ്സ് മാക്സിമം സിമ്മിലിട്ടിട്ട് ഇങ്ങനെ എല്ലാം ആക്കിയെടുക്കട്ടെ. ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ളതാട്ടോ. ഇത് പിന്നെ മറ്റതുപോലെ ഷേപ്പ് ഒന്നും വേണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് കാരമലൈസ് ചെയ്യുവാണേ. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ്. ഞാനിത് 1/2 ടീസ്പൂൺ ആയതുകൊണ്ട് ഇങ്ങനെ 2 എണ്ണത്തിലിടണം കേട്ടോ. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, സോൾട്ട് ഇതിട്ട് ഒന്ന് ഷുഗർ പൗഡർ 3/4 കപ്പ്, അതായത് ഒരു 110 ഗ്രാം ഉണ്ടാവും. ഇത് ബട്ടർ ഒരു 75 to 80 ഗ്രാം ഉണ്ട് ഇത് കേട്ടോ. അങ്ങനെ പോവാനാ. വാനില എസൻസ് ഒഴിക്കട്ടെ, 1 ടീസ്പൂൺ. നന്നായിട്ടങ്ങ് ഫ്ലഫി ആവുന്നവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. നിർത്തുവാണ്. ഇത് ആപ്പിൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഇതൊരു 120 ഗ്രാം ഉണ്ട്. ഗ്രൈൻഡ് ചെയ്തെടുത്തപ്പോൾ ഗ്രൈൻഡ് എടുത്ത ആപ്പിൾ പ്യൂരി 120 ഗ്രാം. ഇത് കോക്കനട്ട് മിൽക്കാണ്. ഒരു 1/4 കപ്പ് കോക്കനട്ട് മിൽക്ക് അതും ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം ഇത് ചെയ്ത് വെച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത് നമ്മൾ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് മൊത്തവും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്യണം. കുറച്ചാവാതെ ഇത് ഒത്തിരി ഇട്ട് വറുക്കരുത്. സ്പാച്ചിലോണ്ട് മിക്സ് ചെയ്താൽ മതി. നമുക്ക് സ്പാച്ചിലോണ്ട് മിക്സ് ചെയ്താലും മതി, ഇങ്ങനെ വേണമെന്നില്ല. മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. സിനമൺ പൗഡർ, ഇങ്ങനെ ഉണ്ടാവണം ഈ ബാറ്റർ കേട്ടോ. തിക്കുമല്ല ഒത്തിരി തിന്നുമല്ല. എന്നിങ്ങനെ ഇച്ചിരി നല്ല സാധാരണ കേക്കിനൊക്കെ വെച്ചാൽ ഇച്ചിരി തിന്നായിട്ട് തന്നെ വേണം. അപ്പോൾ അതായത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്രേയിലേക്ക് മാറ്റാം. 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാൻ ഇത് ഇടാൻ പോകുന്നത്. ഞാൻ ആദ്യം നമ്മുടെ ആപ്പിൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അതിങ്ങനെ അങ്ങ് ഞാൻ ചെറിയ കേക്ക് ഉണ്ടാക്കണോണ്ടാണ്. വലിയ കേക്ക് ഇങ്ങനത്തെ കേക്ക് ഉണ്ടാക്കാറുള്ളല്ലോ. അപ്പോൾ ഇതെല്ലാം മേളത്തെ ഒരു ലെയറും കൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഇതിൻ്റെ മേളിലേക്ക് ഇടാൻ പോവാണേ. എന്നാൽ പിടിച്ചോ ആപ്പിൾ. ഇത് ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക്
ഒരു 160°C ഒരു 35 to 40 minutes ആണ് ബേക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ വെക്കണത്. എന്തെങ്കിലും ടൈം ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 50 minutes എടുത്തു 160°C ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഡിമോൾഡ് ചെയ്യാം. പിന്നെ ഇത് വനില ഐസ്ക്രീമിൻ്റെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുത്തത് മോർഫി റിച്ചാർഡിൻ്റെ 60 ലിറ്ററിൻ്റെ OTGയിലാണ്. ഇത് 160°C ഇട്ടിട്ടാണ് നമ്മൾ 50 minutes ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഓരോരുത്തരുടെ OTGയുടെ ഡിഫറൻസ് അനുസരിച്ച് ടൈമും ഹീറ്റും ഒക്കെ വ്യത്യാസം വരെ നോക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ 50 minutes റെഡിയാക്കി ഇട്ടേക്കുന്നത്. അപ്പം അടുത്ത കേക്കുമായിട്ട് കാണുന്നത് വരെ ബൈ.